ഹായ് ഗായ്സ്, ഇന്ന് ഡേ 4 ആണ് ചെന്നൈയിൽ. നമ്മൾ ഇന്ന് 2 മണിയായി. ഇപ്പോൾ നമ്മൾ ആദ്യം പോയി ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ഒരു കോടമ്പക്കത്ത് പോയാലോ എന്ന് ആലോചിക്കുന്നു. നമുക്ക് സിനിമാക്കാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് AVM സ്റ്റുഡിയോ. സിനിമാക്കാർ മറന്നെങ്കിലും നമ്മൾ മറക്കില്ല. AVM സ്റ്റുഡിയോയിൽ പോയി നമുക്ക് അവിടെ എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് നോക്കാം. ഉല്ലാസിന് സിനിമയിൽ ഒരു ഭാവിയുണ്ടെന്ന് ഉല്ലാസിന്റെ അച്ഛൻ പറഞ്ഞു. അതെ അതെ, അവന്റെ മുഖം കണ്ട ആർക്കാണെങ്കിലും ഒരു ചാൻസ് കൊടുക്കാൻ തോന്നുന്നു. അപ്പോഴാ അങ്ങനെ ഒരു ചാൻസ് കൂടെ ചോദിച്ചൊന്ന് നോക്കാൻ. അതെ അതെ, നമുക്ക് അങ്ങനെയും കൂടെ ഒരു പ്ലാൻ ഉണ്ട്. ഉല്ലാസിന്റെ സിനിമയെ കയറ്റുക, അതുവഴി നമുക്ക് കയറാം. ഇവിടെ നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം. ചോളം മെസ്സിലാണ് നമ്മൾ പോകുന്നത്. നോക്കാം അവിടുത്തെ ആഹാരം. ലൊക്കേഷൻ അറൈവ്ഡ്. നിങ്ങൾ പറഞ്ഞ കടയുടെ പേര് ഇവിടെ കാണാനില്ലല്ലോ. നിങ്ങൾ കൊടുത്തത് മാറിപ്പോയാ? ഇപ്പൊ സുക്കൂബായിലാണ് വന്നത്. ചോളൻ ആപ്പിൾ മാപ്പെടുത്ത് നോക്ക്. ചോളം മെസ്സി ഇനിയും ദൂരം ഉണ്ടല്ലോ. 8 കിലോമീറ്റർ എട്ടാ കണ്ടുപിടിച്ചാ? 1 മിനിറ്റ്. എവിടെ? യെസ്. എവിടെ? അതാ സുക്കുബായി ബിരിയാണി പോകണം. നമുക്ക് ചോളനിൽ പോവാ അല്ലേ? ഓ ചോളൻ നോക്ക്, നടക്ക്. സമയം കിടക്കല്ലേ? നമ്മളെന്തായാലും ചെന്നൈ തന്നെ ആണല്ലോ ഇനി. അതെ അതെ, ഇങ്ങനെ പോണെങ്കിൽ ഇവിടെ തന്നെ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. അതിനല്ലടാ നിന്നെ ഇപ്പൊ സിനിമയെ കയറ്റാൻ പോകുന്നത്. നിനക്ക് സിനിമയിൽ ഒരു ചാൻസ്, അത് കിടക്കുമ്പോൾ നമ്മുടെ എല്ലാമേ നമ്മളെ വിഷമങ്ങൾ അത്രയും മാറും, ഡെസ്റ്റിനിയെ മാറിയിടും. അതെ അതെ, നിങ്ങളെ എൻ്റെ ആന്റണി പെരുമ്പാവൂറാക്കാം. നമ്മൾ പെരുമ്പാവൂർസ്, രണ്ട് ആന്റണീസ് പെരുമ്പാവൂർസ്. ചോളനെ തേടി നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ചോളം മെസ് അപ്പുറത്താണോ? ഇത് ബാക്കിലാണോ കാണിക്കാണ്ടോ? ചോദിക്കണോ എന്തിനാണ് ചോളന? ചോളം ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിഞ്ഞൂടാ. അങ്ങോട്ടാണ്ടോ കാണിക്കണോ? അങ്ങേര് പറഞ്ഞു ഇങ്ങോട്ടൊന്നും. ഇങ്ങോട്ട് കാണിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് വീണ്ടും തിരിച്ച് നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്ത് വന്നെത്തിയിരിക്കുന്നു. ഒന്നുമില്ല കേട്ടാ, കയ്യിലില്ല. ഉണ്ട പൈസ ഓടിയ ഒളിച്ചു വന്നല്ലേ? ഞാൻ ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയ ചോളം മെസ് പോയി. എവിടെ? ഇതിന്റെ ഫ്രണ്ട് നിന്നിട്ടാണോ നമ്മള് അങ്ങ് വരെ നടന്നത്? ഗൈസ്, നമ്മളെ സുക്കു ബിരിയാണി ഇത് തൊട്ടടുത്തായിരുന്നു. ഇത് നമ്മൾ എന്താണ് പുള്ളി നിർത്തി തന്നല്ലേ, അവിടെ നോക്കാതെ ഈ ഷാമിയനെയാണ് നമ്മളെ കുഴപ്പിച്ചത്. അതെ അതെ, ഇനി അതിന്റെ തലയിലേക്ക്. ഇതാണ് ഇവിടത്തെ മെനു. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഓർഡർ ചെയ്തത്. എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു. ഊണുസോറാണ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ ഊണുസോറ് എന്തോ സ്റ്റീം ചെയ്ത് വാഴയിലേക്ക് പോയി എന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ബിരിയാണി ആണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? അതെ അതെ, മീൽസ് ആവാതിരുന്നാൽ കൊള്ളാം. അപ്പോൾ അവൻ മട്ടൺ, ഞാൻ ചിക്കൻ, പിന്നെ ഉല്ലാസിൽ സുക്കുസോർ പനീർ നല്ല ഇറക്കുമെന്നാണ് പറഞ്ഞത്. വൈറ്റ് റൈസിൽ ഫ്ലേവറുള്ള പനീറെല്ലാം തേച്ച് തരും. ബ്രോ ഒരു പ്ലേറ്റ് ചിക്കൻ 65. ചിക്കൻ 65 ഇവിടെ ആയിട്ടുണ്ട്. അത് കേൾക്കണം, ഇടണോ? അല്ലടാ, എനിക്കാണ് ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് ചിക്കൻ 65 ഇവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്. ഇവിടെയാണ് കണ്ടുപിടിച്ചത്. നമ്മൾ ഇതുവരെ ഓർഡർ ചെയ്തില്ല. സാധനം വരുമ്പോൾ പനീർ മാറി മഷ്റൂം ആവും. അല്ല, എന്നും പനീറല്ലേടാ ഉല്ലാസ് കഴിക്കണം, മഷ്റൂം ആയിക്കോട്ടെ. നല്ല പ്രോട്ടീൻ സോഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അറിഞ്ഞോട്ടെ.
ദിവസം പഠിച്ച സാധനമാണിത്. ചിക്കൻ ഇതിങ്ങനെ ഇലയിൽ പൊതിഞ്ഞ് വെച്ചേക്കും. അതിനെ തുറക്കുമ്പോൾ കിഴി പൊറോട്ട പോലെ. കിഴി ബിരിയാണി ആയിരിക്കും. ഇത് ബിരിയാണി. ഹാപ്പി സന്തോഷമായില്ലേ? ഇന്നലെ കഴിച്ച പോലത്തെ ഒരു ഫ്ലേവറാണ്. അല്ല വ്യത്യാസം കൊള്ളാം കഴിച്ചു. അവിടെ തന്നെ കോതി കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കൊടുക്കും. ഇത് ബിരിയാണി റൈസ് അല്ലേ? ബിരിയാണി റൈസ് അല്ല, അല്ലേ വേറൊരു ഫ്ലേവർ. കൊള്ളാം. പിടിച്ചിருக்கு കൊള്ളാം. നന്നായിരുന്നു, நல்லா இருக்கு. ഓക്കെ 65 അല്ലേ? ചിക്കൻ 65 നല്ല പീസ് നോക്കിയെടുക്കണം. കൊള്ളാം അല്ലേ? ദാസൻ ചേട്ടൻ കഴിച്ചാ? ഓ സൂപ്പർ, അടിപൊളി, നന്നായി. ഇവിടെ ഇതുവരെയായിട്ടും വന്നില്ല. വി ആർ വെയിറ്റിംഗ്. നമ്മുടെ മഷ്റൂം ചുക്ക സോറ ಅಂದರೆ മഷ്റൂം സുക്ക് സോറ് വന്നു. നമുക്ക് അതാ വലിയ പപ്പടം കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കാം. മഷ്റൂം കൊള്ളാം. കുറച്ച് എരിവ് കൂടുതലാണ്, അല്ലാതെ കൊള്ളാം. യെസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞിരിക്കുകയാണ്. അതെ എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ്. പക്ഷേ ഹെവി ആയിപ്പോയി, വയറ് ഹെവി, ഒരു ക്ഷീണം. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി അല്ലേ? അങ്ങനെയല്ല, നമ്മൾ ഇനി നടക്കും. പക്ഷെ നടക്കാൻ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നടക്കാം, ഇല്ലെങ്കിൽ വയറ് വേദനിക്കും. കുറച്ച് റെസ്റ്റ് എടുക്കാം, കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാം. എൻ്റെ സാധനം ഇതൊരു സുക്കുവാ. എൻ്റെ അത് നല്ല എരിവായിരുന്നു ഗൈസ്. ചുണ്ടൊക്കെ നീർന്നു. ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യൂല അത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ എനിക്ക് എരിവ് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയാണെങ്കിൽ എല്ലാവരും റിവ്യൂ ഇടാൻ വേണ്ടി ചോദിച്ച് വാങ്ങിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റും ഇത്രയും റിവ്യൂസ് വരുന്നത്. 13,000 14,000 എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പം റിവ്യൂ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും ഇല്ലേ? ഒരു ജ്യൂസ് കുടിച്ചാലോ? ജ്യൂസ് ഇതൊന്ന് അടങ്ങിയിട്ട് കുടിക്കായിരുന്നു. റെസ്റ്റ് എടുത്തിട്ട് കുടിക്കും. വാസന ഇങ്ങനെയൊക്കെയാണ് റെസ്റ്റ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ഇനി എവിടെ പോണ്ടേ? AVM പോണ്ടേ? AVM പോണം. കാറെടുത്ത് ഗൈസ്. അതെ ദാസൻ ചേട്ടൻ ഇന്ന് വീണ്ടും സുഖലോലുപനായിരിക്കുന്നു. അതെ, അവന് 30 രൂപ എക്സ്ട്രാ കൊടുക്കുന്ന കേട്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. ഇത്തിരി തിരിഞ്ഞാ ഇനി പോലെ ചോദിക്കുമെന്ന് പേടിച്ചാണ് മയക്കം വരുന്നു അതിൻ്റെ തിരുന്നിട്ടേ. മയക്കോ? ചെറുതായിട്ടൊന്ന്. അത് ഉച്ചക്ക് ഇങ്ങനെ അടിച്ചു കയറ്റിയ പിന്നെ മയങ്ങൂലേ? എനിക്ക് മയക്കം വന്നു. വയറ് ഫുള്ളായി പോയി. ഞാൻ മാത്രം എണീച്ചു. നാളെ തൊട്ട് ഞാൻ കുറച്ച് കഴിക്കോളെ. അല്ലെങ്കിൽ നീ കുറച്ചാണ് കഴിക്കണ. നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയല്ലേ നമ്മൾ പറയണം. അങ്ങനെയാണെങ്കിൽ വല്ല സുഖ ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയാൽ പോലെ. അയ്യോ, അതുവരെ ഉള്ളല്ലേ ഒരു ഗ്ലോബ് ഇങ്ങനെ കറങ്ങണ സാധനം? അതൊന്നും ഇല്ലേ? ഇങ്ങോട്ട് അത് അങ്ങ പക്കം. നമുക്ക് ഇത് എൻട്രി ഒന്നും കിടയാതെ വൈ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് എൻട്രി കിടയാത് എന്നാണ്. ആദ്യത്തെ എന്തോ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ. എടാ സിനിമാക്കാരുടെ ഇതല്ലേടാ. അത് ശരിയാണ്. അതെ നമ്മൾ പറയാം നമ്മളെ സിനിമാക്കാരാണ്, ഷൂട്ട് ചെയ്യുന്ന സിനിമാക്കാരല്ലേ. നമ്മളിത് ലൊക്കേഷൻ ഹണ്ടിങ്. ഗൈസ്, ഈ ഏരിയ ഫുള്ള് AVMന്റെ ഏരിയ ആണ്. ഹെറിറ്റേജ് മ്യൂസിയത്തിൽ കയറാൻ പറ്റും. അതിൽ കയറാൻ പറ്റുമല്ലേ? എനിക്ക് നോക്കി ആ ഗ്ലോബ് ഒന്ന് കണ്ടിട്ട് ഇവിടെ കയറി നോക്കാം. നമുക്ക് ഈ AVM ഹെറിറ്റേജ് മ്യൂസിയത്തിൽ കയറാൻ പറ്റും എന്നാണ് വിശ്വാസം. കാര്യം ഹെറിറ്റേജ് മ്യൂസിയം അല്ലേ.
മ്യൂസിയം ആകുമ്പോൾ കാണണമല്ലോ. ഇവിടെ ആണ്ട് ഈ സൈഡ് കണ്ട് ABM പ്രൊഡക്ഷൻ്റെ സ്റ്റുഡിയോസ് ഉണ്ട്, പിന്നെ ABMൻ്റെ മ്യൂസിയം ഉണ്ട്, ABMൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതെ അതെ, ഇത് ഫുള്ള് ABMകാരുടെ സ്ഥലമാണ്. എന്തോ അല്ല, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. ആൾക്കാർ ചീത്ത വിളിക്കും നിങ്ങളെ. ചുമ്മാ ABM എന്ന് കേട്ട് ചാടി പുറപ്പെട്ടിങ്ങ് വന്ന് ഒന്നും തിരക്കിയതും ഇല്ല. നമ്മള് സിനിമ എന്തോസിയാസ്റ്റുകൾക്ക് ഒരു കാണണ്ടേ ഇതൊക്കെ, ഇതാണ് സാധനം ഒന്ന് കാണണ്ടേ. ഞാൻ വിചാരിച്ചു എൻട്രി കിട്ടുമെന്ന്, പക്ഷെ എൻട്രി അല്ല, അവിടെ കയറിയാലും എന്തായിരിക്കും അവർ കാണിച്ചു തരുന്നത്? പഴയ അല്ല, അവരുടെ ഇതൊക്കെ മറ്റേ ഇവരുടെ മറ്റേ സാധനങ്ങളുണ്ട്, ലൊക്കേഷൻ ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ കൊള്ളായിരിക്കുമല്ലോ. മറ്റേ രാമോജി റാവു ഫിലിം സിറ്റി അതുപോലെ അതുപോലെ അത് അങ്ങനെയല്ലെന്ന് തോന്നുന്നു. അത് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ സിനിമയിൽ ഈ ഗ്ലോബിരുന്ന് കറങ്ങണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ അല്ലേ പണ്ട് സിനിമ ഇതിന്റെ അകത്തായിരുന്നു, മനസ്സിലായില്ലേ? ഈ സ്റ്റുഡിയോയുടെ അകത്തായിരുന്നു ഫുൾ സിനിമ. എനിക്ക് തോന്നുന്നു തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എല്ലാം ഇവരും ഇവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഓരോരുത്തർ സെപ്പറേറ്റ് പോയല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് ഗ്ലോബിന്റെ അടുത്ത് എത്താറായി. പക്ഷെ ഗ്ലോബിന്റെ അപ്പുറം റോഡാണ്. എനിക്ക് തോന്നുന്നു ഇത് എൻട്രിയുടെ അവിടെയുള്ള ഗ്ലോബാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് അല്ലേ. പക്ഷെ അന്ന് ഞാൻ കണ്ടപ്പോൾ ഇതിങ്ങനെ കറങ്ങുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ആനിമേഷൻ ഗ്രാഫിക്സ് വല്ലതായിരിക്കും. ഇത് കറങ്ങുമെന്ന് എനിക്ക് കറങ്ങണമുണ്ട്. ഒരു സിനിമയിൽ എന്തിലോ കണ്ട ഒരു ഓർമ്മ. അതാ ഞാൻ പറഞ്ഞ ഗ്രാഫിക്സ് വല്ലതായിരിക്കും. ഇതാണ് ഗ്ലോബ്. ഈ ഗ്ലോബ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇതുവരെ വന്നത് അല്ലേ. ഇത്ര പ്രധാനമായിട്ടുള്ള ഗ്ലോബാണ്. നിങ്ങൾ കണ്ടിരിക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. കണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ സിനിമയുടെ പ്രൈമായിരുന്ന ഒരു സ്ഥലം. അതെ അതെ, കഴിഞ്ഞ എല്ലാവരും കണ്ടല്ലോ, നീ കണ്ടില്ലെന്ന് പറയരുത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും മ്യൂസിയത്തിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി കയറാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കയറ്റും ഗൈസ്. 200 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. ഇതുവരെ പൈസ കൊടുത്തെങ്കിലും കയറാൻ പറ്റും. ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ആരെടുത്ത് വെക്കുന്നു. ഇവിടെ ഫുള്ള് വിൻറ്റേജ് കാറിൻ്റെ കളക്ഷനാണ്. ഇവർ യൂസ് ചെയ്ത കാറുകളാണ്. ഒരു കാർ എന്തൂസിയാസ്റ്റിനൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് എന്തൊരു പഴയ വിന്റേജ് കാറിനോട് ഭയങ്കര ഇത് വീഡിയോ കാണുന്ന കണക്കല്ല, നല്ല സൈസുള്ള വണ്ടിയാണ്. 5670. സരോജാദേവി അൻപേവായിൽ യൂസ് ചെയ്ത വണ്ടിയാണിത്. ഓരോ കാറിനും അങ്ങനെ ഇതുണ്ട് കേട്ടാ, ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇത് ജെമിനിയിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. ഇവിടെ ഒരു ബുള്ളറ്റ് ഉണ്ട്. കമലഹാസൻ സകലകല വല്ലഭന്റെ ഉപയോഗിച്ച ബുള്ളറ്റ്. പിന്നെ ഇത് അയണില് സൂര്യ യൂസ് ചെയ്ത. അതൊക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സൂര്യ ഉപയോഗിച്ച സെയിം വണ്ടിയാണ് കേട്ടോ. ഓ പിന്നെ സെയിം വണ്ടി തന്നെ, അത് നോക്കണേ നമ്പർ. ഇതാണ് ABM സ്റ്റുഡിയോയുടെ മുതലാളിയുടെ ഫസ്റ്റ് കാർ. അത് തന്നെ കണ്ട AV മെയ്യപ്പൻ എന്നാണ് ABM സ്റ്റുഡിയോയുടെ ഫുൾ ഫോം. MGRന്റെ ഫസ്റ്റ് കാറാണ് ഇതോ ആ കിടക്കണത്. ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞിട്ടില്ല അല്ലല്ലേ, ഫസ്റ്റ് അല്ലേ, MGRന്റെ പേഴ്സണൽ വണ്ടി. ശിവാജിയിൽ യൂസ് ചെയ്ത സ്റ്റാച്യു. ഇത് മറ്റേത് പാട്ട് ബാജി 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 ജീവൻ ശിവാജി. ഇത് ലേലത്തിൽ വെക്കുമെന്തോ. ബാത്തബൊക്കെ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നു. ഈ പാട്ട് സീനിൽ ബാത്തബ് അല്ലേ, ഈ നടി കിടന്ന ബാത്തബാണ്. പിന്നെ പഴയ ക്യാമറകൾ. ഇതെന്തൊരു സാധനം? ഓ, ഈ കാറ്റടിക്കുന്ന മെഷീൻ. ഈ സൈഡിൽ എഡിറ്റിംഗ് ഏരിയ ആണ്. പഴയ എഡിറ്റിംഗ് IBMന്റെ കമ്പ്യൂട്ടർ. പഴയ എഡിറ്റിംഗ് IBMന്റെ പഴയ ഇത് എഡിറ്റിംഗിന്റെ സാധനം. ഓ, ഇത് ഫിലിം എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബെഡ് എഡിറ്റിംഗ് മെഷീൻ. ഓ, ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യും. ഇത് വെച്ച് കറക്കിയിട്ട്. അന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തൊരു സമ്മതിക്കണം. പക്ഷേ എഡിറ്റേഴ്സിന് നല്ല പണിയായിരുന്നു. പണിയാണ്.
മീൻ ആ അന്ന് ഫിലിം ഫിസിക്കലി കട്ട് ചെയ്യണം. ഫിസിക്കൽ എഫേർട്ട് ഇത്തിരി കൂടുതലാണ്. മെയിൻ സാധനം എന്തായിരിക്കണം, ശിവാജിയിൽ രജനീകാന്തിന്റെ രജനീകാന്ത് ഉപയോഗിച്ച കണ്ണാടികൾ. രജനീകാന്തിന്റെ കണ്ണ് പതിഞ്ഞ അല്ല എന്തരാണോ അല്ല ഒരു സിനിമയ്ക്കാണ് ഇത്രയും കണ്ണാടി ഉപയോഗിക്കേണ്ടി വന്നല്ലോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ABM ഹെറിറ്റേജ് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതെ, നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാഴ്ചകളും കണ്ടത്. ആരും മരക്കൊന്നും. പക്ഷെ കണ്ടത് നല്ല ഒരു രസമുണ്ട്. പഴമയിൽ നിന്ന് ആ ഫിലിമിന്റെ ഒരു ഇതേ സിനിമ കാലത്തെ കാണേണ്ടതാണെന്ന് തോന്നി. സിനിമ ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കാണേണ്ട സാധനം. പിന്നെ വിന്റേജ് വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് പഴയ ആൾക്കാർ, പഴയ സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവും. നിങ്ങളുടെ ഫാദേഴ്സ് ആൻഡ് ഗ്രാൻഡ് ഫാദേഴ്സുമായി വരൂ, അവർക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവും. അവർക്ക് സിനിമ പ്രേമികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പം അടുത്ത പരിപാടിയായിട്ട് നമുക്ക് പോവാല്ലേ? അടുത്ത പരിപാടിയായിട്ട് നമ്മളിപ്പോൾ ABMയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്, എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാതെ. നമുക്ക് സെക്യൂരിറ്റി ചോദിച്ചു ஏதாவது என்ன ப்ரிப்பேர் ஆகிட்டோம் அங்கிள். இந்த ஏதாவது டூரிஸ்ட் பிளேஸ் இருக்காங்க? ஓகே, கிட்டி சரி ഇല്ലേ? വടപ്പഴങ്ങല്ലേ? ഓ ഇതാണ് ഇപ്പോൾ പറഞ്ഞ സാധനം. 27,000 റേറ്റിംഗ്. ആ അപ്പോൾ നല്ലതായിരിക്കും. നല്ല നമ്മളവിടെ കോവിലിൽ റേറ്റിംഗ് കൊടുക്കുമോ? ഉണ്ടല്ലോ, 5 റേറ്റിംഗിൽ എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കൂ. എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ? ഇല്ലേ, അതാ മോശം റേറ്റിംഗ് കൊടുക്കും. കൊള്ളാം, നല്ല ശക്തിയാണ്, അങ്ങനെ ആയിരിക്കും റേറ്റിംഗ് കൊടുക്കണായിരിക്കും അല്ലേ? ഗ്രേറ്റ് എക്സ്പീരിയൻസ് ടു ഗെറ്റ് എ ബ്ലെസ്സിങ് ഫ്രം വടപ്പഴഞ്ഞ അണ്ടർ മുകുരുവൻ കോവിൽ. അങ്ങനെ ഓരോ ദൈവത്തിന് ഇങ്ങനെ റേറ്റിംഗ് കൊടുക്കും പോലെ ഇരിക്കും. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം, എന്തായാലും കോവിലിൽ പോയി വെക്കാം. ഒരു ഭക്തിമായി ഇരിക്കട്ടെ നമ്മളെ വ്ളോഗിൽ. അതെ. ഓക്കെ, നടക്കാനാണെങ്കിൽ 23 മിനിറ്റ് ഉണ്ട്. നമുക്ക് ടോസ് ഇട്ട് തീരുമാനിക്കാം നടക്കണോ വേണ്ടയോ. അത് വേണ്ട, നമുക്ക് വോട്ട് ചെയ്യാം. എങ്കിൽ ചിലപ്പോൾ 1 കിലോമീറ്റർ 600 മീറ്റർ വെച്ചാണെങ്കിൽ വോട്ട് ചെയ്തോ. വോട്ട് ചെയ്യും. നടക്കാൻ താല്പര്യമുള്ളവർ കൈ പോക്കുക. ഓക്കെ, ഓട്ടോ എപ്പോഴും നമ്മൾ ജനാധിപത്യപരമായിട്ടേ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. ഓട്ടോ രണ്ടെണ്ണത്തിന് അനങ്ങാൻ വയ്യ. നിനക്കാണെങ്കിൽ സംസാരിക്കണ പോലും കുഴഞ്ഞാണ് പറഞ്ഞത്, എന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ആ ഒരു ക്ഷീണം. ഉച്ചയ്ക്ക് ഒരു കാരണം വെച്ചാൽ ട്രാവലിൽ ബിരിയാണി കഴിക്കുക, നമ്മൾ ഉറങ്ങിപ്പോവും. ഹെവി ബിരിയാണി കഴിക്കാതിരിക്കും. പക്ഷേ നമ്മൾ ചാർമിനാർ ബിരിയാണി കഴിച്ചിട്ട് നിങ്ങൾ ഹാഫാണ് കഴിച്ചത്. വയറ് ഫുള്ളായില്ലല്ല, അതിന്റെ പ്രശ്നം. ഫുള്ളായി, പക്ഷെ എന്നാലും നമ്മൾ നടന്നപ്പോഴത്തേക്കും മാറിയല്ലേ. ഫുഡാണ് ഇപ്പം പ്രശ്നം. കഴിച്ചങ്ങ് വീണ് പോകണം, നമ്മളെ തളത്തോട്ട് വലിക്കുന്നു. ആൾക്കാർക്ക് ഫുഡിന്റെ ഒരു എക്സ്പ്ലോറേഷൻ കിട്ടൂലേ. ഇതിപ്പോ വന്ന് ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടാ. ഫുഡ് ബ്ലോഗേഴ്സ്, നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സ് ആണ്. അങ്ങനെ നമ്മൾ മുരുകൻ കോവിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫേമസ് അമ്പലമാണെന്ന് തോന്നുന്നു അല്ലേ? നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയല്ലേ. ഒരു ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ ചെന്നൈയിൽ വന്നിട്ട് വേണ്ടേ? പക്ഷേ ഭക്തിസാന്ദ്രമാവാൻ പറ്റൂലല്ലേ, ബിരിയാണി കഴിച്ചേ. എന്തായാലും നമുക്ക് അമ്പലത്തിന്റെ ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ടിട്ട് പോയാലേ. എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു. എന്നെ അല്ല നമ്മളെ. എന്തിന് ചുമ്മാ അത് ഞാൻ ഇങ്ങനെ ദാസൻ ചേട്ടനോട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ചെന്നൈ ദിവസമായിട്ട് നമ്മളെ അത് റോ ലൈഫ് കിട്ടാൻ വേണ്ടി ഞാൻ മനപ്പുറം വിളിക്കാത്തല്ലേ. എന്നിട്ട് എവിടെ പോകും നമ്മള് ചില്ലിങ്. ഇന്ന് ചില്ലിങ് ആയിരിക്കും. ഇവിടെ കുറച്ച് പീസ്ഫുൾ ആണല്ലേ, തിരക്കില്ല. വലിയ അമ്പലക്കുളം. തിരക്കില്ലാത്ത സ്ഥലമല്ല, ഒരു സ്ഥലവും തിരക്കില്ലാത്തതായിട്ട് ഇവിടെ ഇല്ല. സോ ഇവിടെ നല്ല തിരക്കായി ഗൈസ്. നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് ദീപാരാധന സമയമാണോ. നമ്മൾ കുറച്ചു നേരം അവിടെ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഇരുന്ന് ചില്ലടിച്ചിട്ട് ഇനിയിപ്പം ദാസൻ ചേട്ടൻ്റെ കൂട്ടുകാരന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. ഇപ്പം പുള്ളിക്കാരൻ്റെ കൂടെ ഇനി എവിടെയെങ്കിലും ഒക്കെ പോവല്ലേ, എവിടെയെങ്കിലും കറങ്ങാം, നമുക്ക് ചില്ല് ചെയ്യാം. ഓക്കെ, ദാസൻ്റെ ഫ്രണ്ട് വന്നു. ഹലോ, ഇതാണ് വൺ മിസ്റ്റർ മിഥുൻ.
ഇതാണ് മിഥുൻ വേണുഗോപാൽ. എനിക്ക് 7th ഡേയിലെ സസ്പെൻസ് പൊട്ടിച്ച വ്യക്തിയാണ് മിഥുൻ. ഇത് കോഫി കോര ഫുഡ് സ്ട്രീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഫുഡിന്റെ സ്റ്റോള്. പക്ഷെ ഇന്നലെ ആ ക്യാബിൽ ഒരാൾ പറഞ്ഞത് ഇവിടെ ഫുഡ് കടയൊന്നും ഇല്ല, അല്ല ഐ മീൻ നൈറ്റ് ലൈഫ് ഒന്നും ഇല്ല, ആരുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടെ കുറച്ച് എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. അതെ നല്ല കളർഫുൾ ലൈറ്റും ഈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് നമ്മളവിടെയൊക്കെ എന്ന് വെച്ചാൽ ഫുട്പാത്തിലാണ് അവർ കൊടുക്കുന്നത്. നമ്മളവിടെ ഇങ്ങനെ ഒരു വലിയ ഗ്രൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം അല്ലേ? അത് നല്ലതായിരിക്കും. നമ്മൾ വേണമെങ്കിൽ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളാ അല്ല, നമ്മൾ ദാസിന്റെ കൺസ്ട്രക്ഷൻ ഫീൽഡ് ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് നമ്മളത് ആ കമ്പനി വരൂ ഇതേപോലെ. അല്ല, ഒരു ലാൻഡ് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യാം. വലിയൊരു ഏരിയ അവിടെ ഫുള്ള് ഫുഡിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. സ്ട്രീറ്റ് ഫുഡിനാണ് രാത്രി മാത്രമോ? അത് കൊള്ളാം കേട്ടോ, സെറ്റപ്പ് കൊള്ളാം. അവിടെ നല്ല ബർഗർ ഉണ്ട്. ബർഗർ ഓക്കെ. എന്ത് വേണം പറ. ബർഗർ. ഫിഷ് വേണോ? ഇഡലി ഇത് ട്രൈ ചെയ്യാം. ഇഡലി മട്ടൺ ട്രൈ ചെയ്യാം. ആ ബർഗർ നോക്കിയിട്ട് വലിയ ബർഗർ ഉണ്ട്. അത് മടല് ബർഗർ ഇതൊക്കെ നിങ്ങൾ തിന്നോ? മേടിക്കാം. നോക്കിയാണ് എനിക്ക് വെജ് ബർഗർ ക്ലാസിക്. എനിക്കൊന്നും വേണ്ട. ക്ലാസിക് ബീഫ് ബർഗർ. ക്ലാസിക് ബീഫ് ബർഗർ ഫുള്ള് പറയാം. ബർഗർ ഓർഡർ ചെയ്ത് ആ ടൈം 10 മിനിറ്റ് എടുക്കും. ആ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഇഡലി കഴിക്കാൻ പോകും. ഇഡലി ഓർഡർ ചെയ്യാം. ബിരിയാണി വേണോ? വേണ്ട. ആ, ബിരിയാണിയും കൂടെ വേണമെന്ന്. വയറ്റിൽ കൊക്കോപ്പുഴുമായ ഓക്കെ. ദാസൻ ചേട്ടന് ശേഷം വിനു ചേട്ടൻ ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, ഇറങ്ങിയില്ല. ക്രീം ബണ്ണ് കണ്ടപ്പോൾ നമുക്ക് ഗ്ലാസിന് മാറ്റി കൊടുക്കാൻ തോന്നി. ക്രീം ബണ്ണ് കണ്ടിട്ട് പ്രോമിസിങ് ആണ്. ഇതിനാണൊരു നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു വൈബൊക്കെ ഇവിടെ കിട്ടിത്തുടങ്ങി. ഇന്ന് വരെ എനിക്ക് നാടിനോടായിരുന്നു ഒരു സ്നേഹം, ഇന്ന് മാറിയല്ലേ? ബൺ ബട്ടർ ജാം. ഇത് എവിടെ നിന്ന് വരണത്? ദാസൻ ചേട്ടൻ മറ്റേ എന്തോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ദാസൻ ചേട്ടൻ മറ്റേ കുരങ്ങനെ പൂമാല ഇട്ട് കണക്കാണ്. പക്ഷെ അതല്ലേ ഇവിടെ ഓടി നടക്കുകയാണ്. ഇതിന് മുറിച്ചിട്ട് എന്തൊക്കെയോ ഒഴിച്ചു തരും കേട്ടോ. ഒഴിച്ചു തരൂടാ, കഴിക്കാൻ തോന്നുന്നു. യമ്മി കൊതിയൻ. അടിപൊളി നല്ല സാധനം, കണ്ടറിയാം. നല്ല സൂപ്പർ സാധനം കേട്ടോ. യമ്മി സൂപ്പർ സാധനം. തോന്നിയത് കഴിച്ചോ. ഇതെന്തൊരു ഇത് ഒരു 2-3 പേർക്ക് തിന്നാനുള്ളതുണ്ട്. ഓക്കെ, ദാസൻ ചേട്ടൻ്റെ ഇത് ഏത് ബിരിയാണി? ഇത് മുഗളൈ ബിരിയാണി. പിന്നെ ഇഡ്ഡലിയും മട്ടൺ ചിക്കൻ എന്തോ ചിക്കൻ പായ. ഇത് ബീഫ് ബിരിയാണി ബർഗർ. തുടങ്ങുമെന്നാണ് നമ്മള്. ഓക്കെ, ഇഡ്ഡലിയും ചിക്കൻ കുഴമ്പും. നശിപ്പിച്ചതിനെ. ബർഗറിനോട് ചെല്ലുന്ന അനീതിയാണിത്. മുഗൾ ബിരിയാണി അല്ലേ? ആ, മുഗളായി. ചിക്കൻ ബിരിയാണി അല്ലേ? ഭയങ്കര സൂപ്പർ ഫുഡായിരുന്നു അല്ലേ? ബർഗറൊക്കെ അടിപൊളിയായിരുന്നു. ബർഗർ കൊള്ളായിരുന്നു. പിന്നെ മറ്റേ ഇഡലിയുടെ കൊള്ളായിരുന്നു. ഇച്ചിരി എരിവ് കൂടിപ്പോയി. അതെ, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബൺ, മറ്റേ ബട്ടർ ബൺ, സൂപ്പർ ആയിരുന്നു. ചെന്നൈയിൽ നൈറ്റ് ലൈഫ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അവസാനം അതെ ഇല്ലാന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ മിഥുൻ, ഇവിടുത്തെ ഹീറോ, കടയാടി, അതെ, അവനാണ്
ഇത് പറഞ്ഞ ഇവിടെ ഒരു സാധനമുണ്ട് അങ്ങനെ പോയി. ഇതിന് ചെന്നൈയിലെ നൈറ്റ് എല്ലാം അറിയാം. ഒരാഴ്ച വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇനി സെറ്റ് അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ ദിവസം. അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അടുത്ത ദിവസത്തെ പരിപാടികളുമായി അടുത്ത ദിവസം കാണാം. ബൈ. ബൈ.